അമേരിക്കയും ഇസ്രായേലും ആയുധക്ഷാമം നേരിടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പെന്റഗൺ പ്രസിഡന്റിന് കൊടുത്ത ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ടോമാഹോക്ക് മിസൈലുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈലുകളാണ്. കരയിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ ഒരേ സമയം അയക്കുന്ന ആളിന്റെ ആവശ്യമില്ലാത്ത, അതായത് മനുഷ്യന്റെ ആവശ്യമില്ലാത്ത 1000 മൈൽ ഏതാണ്ട് 1600 കിലോമീറ്റർ ദൂരപരിധിയുള്ള അതിശക്തമായ മിസൈലുകളാണ് ടോമാഹാക്ക് മിസൈലുകൾ. ഈ ടോമാഹാക്ക് മിസൈലുകളാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ ശേഖരം. ഈ ടോമാഹാക്ക് മിസൈലുകൾ ഏതാണ്ട് 850ഓളം വിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാനിലേക്ക്. അതിന്റെ ഉൽപാദനം നടക്കുന്നില്ല. കഴിഞ്ഞ വർഷം നടന്നത് ആകെപ്പാടെ 57 എണ്ണമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. ആയുധം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ ചെലവ് 2 മില്യൺ മുതൽ 3.6 മില്യൺ വരെ ഡോളറാണ് ഒരു ടോമാഹാക്ക് മിസൈലിന്റെ ചെലവ്. അതാണ് 857 എണ്ണം ഇതുവരെ അയച്ചത്. യുദ്ധം തുടരുകയാണെങ്കിൽ മിസൈലുകളും ലഭ്യമല്ല, വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന അവസ്ഥ രൂപപ്പെടുന്നു. അമേരിക്ക വല്ലാതൊരു പുലിവാലി ചെന്നുപെട്ടിരിക്കുന്നു. ട്രംപിനെതിരെ വലിയ ജനവികാരം അമേരിക്കയിൽ രൂപപ്പെടുന്നു. മാത്രമല്ല, ട്രംപ് എങ്ങനെയെങ്കിലും ധാരണയുണ്ടാക്കി തലയൂരിയേക്കുമെന്ന ഭയം ഗൾഫ് രാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്നും തലയൂരാൻ വേണ്ടി ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി ട്രംപ് തലയൂരിയേക്കും. അങ്ങനെ വന്നാൽ അത് പ്രതിസന്ധിയാകുന്നത് സൗദിയും ഖത്തറും UAE അടങ്ങുന്ന രാജ്യങ്ങൾക്കാണ്. അവരും ആശങ്കയിലാണ്. നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധം നിങ്ങൾ ഫിനിഷ് ചെയ്തേ മതിയാവൂ എന്ന് ഈ രാജ്യങ്ങൾ അമേരിക്കയോട് പറയുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യുമെന്നറിയാത്ത പ്രതിസന്ധിയുണ്ട്. ഇതിന്റെ ഇടയിൽ മറ്റൊരാശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്ന റിപ്പോർട്ട് കൂടി ഇതോടൊപ്പം പറയേണ്ടതുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ ട്രംപിനെയും അമേരിക്കയും യുദ്ധത്തിൽ സഹായിച്ചില്ല. അതിന്റെ ആശങ്കയും നിരാശയും ട്രംപിനുണ്ടെന്ന് പരസ്യമായി പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ട്രംപ് റഷ്യയുമായി ധാരണയിലെത്തുമെന്നും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റു വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് റഷ്യയുമായി ധാരണയിലെത്തി റഷ്യ പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കുമെന്നും അങ്ങനെ തലയൂരുമെന്നുള്ള ആശങ്കയാണ്. റഷ്യയുമായി ധാരണയിലെത്തി ട്രംപ് നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിച്ചാൽ, തൊടാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ റഷ്യ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ ആക്രമിച്ചേക്കുമെന്നും ട്രംപ് കൈയും കെട്ടി നിൽക്കുമെന്നുള്ള ആശങ്ക പടരുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് സാഹചര്യം നീളുകയാണ്. നാറ്റോ രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്, GCC രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണ്, അമേരിക്ക പ്രതിസന്ധിയിലാണ്. ഇറാൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്നും ഇങ്ങനെയൊക്കെ തിരിച്ചടിക്കുമെന്നും ആർക്കും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല.